എല്ലാവർക്കും ദ ടെസ്റ്റിംഗ് ഇൻസ്റ്റിങ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന സെലീനിയം യൂസ് ചെയ്ത് അലേർട്സ് എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളതാണ്. ബാങ്കിങ് ഇ കൊമേഴ്സ് വെബ്സൈറ്റ്സ് യൂസ് ചെയ്യുമ്പോൾ വളരെ കോമൺ ആയിട്ട് ഡിസ്പ്ലേ ചെയ്യുന്നതാണ് അലേർട്ട്. അലേർട്സ് എന്താണ് എന്നറിയത്തില്ലാത്തവർക്കായിട്ട് HDFCയുടെ ഈ നെറ്റ് ബാങ്കിങ് ലിങ്ക് യൂസ് ചെയ്ത് ഞാൻ അലേർട്സ് ഡിസ്പ്ലേ ചെയ്ത് വരുന്നത് കാണിക്കുന്നതായിരിക്കും. ഈ ലിങ്ക് ഓൾറെഡി ഞാൻ ബ്രൗസർ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ വെബ്സൈറ്റിൽ ഞാൻ കസ്റ്റമർ ID എൻ്റർ ചെയ്യാതെ കണ്ടിന്യൂ ബട്ടനെ ക്ലിക്ക് ചെയ്യാൻ പോവുകയാണ്. കണ്ടിന്യൂ ബട്ടൺ ഞാൻ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ ഡിസ്പ്ലേ ചെയ്തതിനാണ് അലേർട്ട് എന്ന് പറയുന്നത്. അലേർട്ട് യൂസ് ചെയ്യുന്നത് യൂസർക്ക് ഇൻഫർമേഷൻസ് ഒക്കെ പാസ് ചെയ്യാൻ വേണ്ടിയാണ്. അലേർട്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സെലീനിയം പ്രൊവൈഡ് ചെയ്യുന്ന 8 ലൊക്കേറ്റേഴ്സ് യൂസ് ചെയ്ത് ഈ അലേർട്ടിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അതുപോലെ ആക്ഷൻസ് പെർഫോം ചെയ്യാൻ സാധിക്കില്ല. ഇവിടെ നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇൻസ്പെക്ടർ എന്നുള്ള ആ ഒരു ഓപ്ഷൻ വരികയില്ല. അതാണ് അലേർട്സിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അലേർട്സ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി സെലീനിയം സെപ്പറേറ്റ് ഒരു അലേർട്ട് ഇന്റർഫേസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ഇന്റർഫേസ് യൂസ് ചെയ്തായിരിക്കും അലേർട്സ് നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അലേർട്സിന്റെ ടൈപ്സ് ആണ്. 3 ടൈപ്സ് ഓഫ് അലേർട്സ് ആണുള്ളത്: സിമ്പിൾ അലേർട്ട്, കൺഫേം അലേർട്ട്, പ്രോംപ്റ്റ് അലേർട്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അലേർട്ട് എന്ന ഇന്റർഫേസ് പ്രൊവൈഡ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ്. 4 മെത്തേഡ്സ് ആണ് ഇന്റർഫേസ് പ്രൊവൈഡ് ചെയ്യുന്നത്: ഗെറ്റ് ടെക്സ്റ്റ്, അക്സെപ്റ്റ്, ഡിസ്മിസ്, സെൻഡ് കീസ്. ഗെറ്റ് ടെക്സ്റ്റ് എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്യുന്നത് അലേർട്ടിലെ ഇൻഫോ മെസ്സേജ് ഫെച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. അക്സെപ്റ്റ് എന്ന മെത്തേഡ് യൂസ് ചെയ്യുന്ന അലേർട്ട് മെസ്സേജിലെ പോസിറ്റീവ് ആക്ഷൻസ്, അതായത് ഓക്കെ ബട്ടനെ ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ യെസ് ബട്ടനെ ക്ലിക്ക് ചെയ്യുക, അങ്ങനെയുള്ള പോസിറ്റീവ് ആക്ഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയാണ് അക്സെപ്റ്റ് എന്ന മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഡിസ്മിസ് എന്ന മെത്തേഡ് യൂസ് ചെയ്യുന്നത് അലേർട്ട് ബോക്സിലെ നെഗറ്റീവ് ആക്ഷൻസ്, അതായത് നോ എന്ന ബട്ടനെ ക്ലിക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ക്യാൻസൽ എന്ന ബട്ടനെ ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഡിസ്മിസ് എന്ന മെത്തേഡ് യൂസ് ചെയ്യുന്നത്. സെൻഡ് കീസ് എന്ന മെത്തേഡ് യൂസ് ചെയ്യുന്നത് അലേർട്ട് ബോക്സ് ഡിസ്പ്ലേ ചെയ്ത് വരുന്ന ടെക്സ്റ്റ് ബോക്സിനകത്ത് ടെക്സ്റ്റ് എൻ്റർ ചെയ്യാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് ഈ 3 അലേർട്ടിന്റെ എക്സാമ്പിൾ ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്ത് കാണിക്കാം. ഈ ഒരു പർട്ടിക്കുലർ വെബ്സൈറ്റ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 3 ടൈപ്പ് ഓഫ് അലേർട്ടും കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ ക്ലിക്ക് ഫോർ JS അലേർട്ട് എന്നുള്ള ബട്ടനെ ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ ഡിസ്പ്ലേ ചെയ്ത് വന്നിരിക്കുന്നതാണ് സിമ്പിൾ അലേർട്ട്. അപ്പോൾ ഇവിടെ ഞാൻ ഈ ഓക്കെ ബട്ടനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ റിസൾട്ട് ആയിട്ട് യൂസ് സക്സസ്ഫുള്ളി ക്ലിക്ക് ദ അലേർട്ട് എന്നുള്ളത് വരും. ഇനി ഇപ്പോൾ ഈ ക്ലിക്ക് ഫോർ JS അലേർട്ടെ ക്ലിക്ക് ചെയ്തപ്പോൾ ഈ വന്നാക്കുന്ന ടെക്സ്റ്റ് നമ്മൾക്ക് ഗെറ്റ് ടെക്സ്റ്റ് എന്ന മെത്തേഡ് യൂസ് ചെയ്ത് ഫെച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കൺഫേം അലേർട്ടാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ക്ലിക്ക് ഫോർ JS കൺഫേം എന്നുള്ള ബട്ടനെ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ ഒരു ടെക്സ്റ്റ് വന്നിട്ടുണ്ട്. ഈ ടെക്സ്റ്റ് നമുക്ക് ഗെറ്റ് ടെക്സ്റ്റ് എന്ന മെത്തേഡ് യൂസ് ചെയ്ത് ഫെച്ച് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ ഈ ഓക്കെ ബട്ടനെ ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അക്സെപ്റ്റ് എന്ന മെത്തേഡ് യൂസ് ചെയ്താൽ മതി. അതുപോലെ ക്യാൻസൽ ബട്ടനെ ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്മിസ് എന്ന മെത്തേഡ് യൂസ് ചെയ്താൽ മതി. ഞാനിവിടെ ഓക്കെ ബട്ടനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ റിസൾട്ട് ആയിട്ട് യു ക്ലിക്ക്ഡ് ഓക്കെ എന്നുള്ളത് വരും. അതുപോലെ തന്നെ ക്യാൻസൽ ബട്ടനെ ക്ലിക്ക് ചെയ്താൽ യു ക്ലിക്ക് ക്യാൻസൽ എന്നുള്ള ആ ഒരു റിസൾട്ട് ആയിട്ട് ഡിസ്പ്ലേ ചെയ്യുന്നതായിരിക്കും. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന അവസാനത്തെ അലേർട്ട് ടൈപ്പായ പ്രോംപ്റ്റ് അലേർട്ട് ആണ്. പ്രോംപ്റ്റ് അലേർട്ടിന്റെ കേസിൽ ഇവിടെ ഒരു ഇൻഫോ മെസ്സേജ് കാണും, അതുപോലെ ഒരു ടെക്സ്റ്റ് ബോക്സും കാണും. ഈ ടെക്സ്റ്റ് ബോക്സിനകത്ത് എൻ്റർ ചെയ്യുന്ന ടെക്സ്റ്റ് റിസൾട്ട് എന്ന സെക്ഷൻ ഡിസ്പ്ലേ ചെയ്യും. ഞാനിപ്പോൾ ഇവിടെ എൻ്റർ ചെയ്തേക്കുന്ന ടെക്സ്റ്റ് ടെസ്റ്റിംഗ് എന്നുള്ളതാണ്. ആ ടെക്സ്റ്റ് എൻ്റർ ചെയ്ത ശേഷം ഞാൻ ഓക്കെ ബട്ടനെ ക്ലിക്ക് ചെയ്തു. അപ്പം റിസൾട്ട് ആയിട്ട് യു എൻ്റർ ടെസ്റ്റിംഗ് എന്നുള്ളത് വന്നു. ഇനി നമുക്ക് ഈ 3 അലേർട്ടും എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്ന് കോഡ് എഴുതി, സെലീനിയം കോഡ് എഴുതി നമുക്ക് നോക്കാം. ഞാൻ എക്ലിപ്സ് ID ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. 3 ക്ലാസ് ഫയൽസ് ഓൾറെഡി ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് സിമ്പിൾ അലേർട്ട് ഹാൻഡ്ലിംഗ് എന്നുള്ളതാണ്. ഈ ക്ലാസ് യൂസ് ചെയ്ത് സിമ്പിൾ അലേർട്ട്സ് ഹാൻഡിൽ ചെയ്യും. അടുത്ത ക്ലാസ് കൺഫേം അലേർട്ട് ഹാൻഡ്ലിംഗ് ആണ്. ഇത് യൂസ് ചെയ്യാൻ പോകുന്നത് കൺഫേം അലേർട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയാണ്. മൂന്നാമത്തെ ക്ലാസ് പ്രോംപ്റ്റ് അലേർട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പ്രോംപ്റ്റ് അലേർട്ട് ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞ ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 3 ക്ലാസ്സസിലും കോമൺ ആയിട്ട് 3 ലൈൻസ് ഓഫ് കോഡ് എഴുതിയിട്ടുണ്ടെന്ന് ക്രോം ഇൻസ്റ്റൻസ് ഓപ്പൺ ചെയ്യാനും വെബ്സൈറ്റ് ലോഞ്ച് ചെയ്യാനും വിൻഡോ സൈസ് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് സിമ്പിൾ അലേർട്ട് എങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്ന് നോക്കാം. സിമ്പിൾ അലേർട്ടിന്റെ കേസിൽ ആദ്യമേ നമുക്ക് ഈ ഒരു ബട്ടനെ ക്ലിക്ക് ചെയ്യണം. ഈ ബട്ടനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴാണ് ഈ ഒരു അലേർട്ട് വരുന്നത്, സിമ്പിൾ അലേർട്ട് വരുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് ഈ ഒരു ടെക്സ്റ്റിന്റെ വാല്യൂ നമുക്ക് ഫെച്ച് ചെയ്തെടുക്കണം. അതിനുവേണ്ടി നമ്മൾ ഗെറ്റ് ടെക്സ്റ്റ് എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്യും. ആദ്യമേ നമുക്ക് വേണ്ടത് ഈ ഒരു ബട്ടനെ ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ലൊക്കേറ്റർ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഈ
ബട്ടണെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം ഇൻസ്പെക്ട് എന്ന ഓപ്ഷൻ യൂസ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ആ ബട്ടണിന് വേണ്ടിയുള്ള ലൊക്കേറ്റർ എഴുതാം. കൺട്രോൾ F അടിക്കുന്നു. ഒരു ബട്ടൺ ടാഗ് ആണുള്ളത്, അപ്പോൾ നമുക്ക് ആ ടാഗ് യൂസ് ചെയ്യാം. /button ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, ക്ലോസ് ചെയ്യുന്നു. അതിനുശേഷം ടെക്സ്റ്റ് എന്നൊരു ഫംഗ്ഷൻ ഉണ്ട് അതിനകത്ത്, ആ ഒരു ഫംഗ്ഷൻ നമുക്ക് യൂസ് ചെയ്യാം. ടെക്സ്റ്റ് ഈക്വൽ ടു ഈ ഒരു ടെക്സ്റ്റ് നമുക്ക് യൂസ് ചെയ്യാം. ക്ലിക്ക് ഫോർ JS alert എന്നുള്ളത്, അത് ആ സിംഗിൾ ഇൻവേർട്ടഡ് കോമയ്ക്ക് ഇടയ്ക്കായിട്ട് കൊടുക്കാം. ഓക്കെ, 1 of 1 ആയിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ബട്ടണെ ക്ലിക്ക് ചെയ്യാനുള്ള കോഡ് എഴുതാം. driver dot find element by dot xpath xpathന്റെ വാല്യൂ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാം. അതിനുശേഷം ഡോട്ട് ക്ലിക്ക് എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് ഓപ്പൺ ചെയ്ത് വരുന്ന ആ അലേർട്ട് ബോക്സിൽ നിന്ന് ഈ ഒരു ടെക്സ്റ്റ് ആണ്. ഈ ടെക്സ്റ്റ് ഫെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യമേ ഈ അലേർട്ടിലേക്ക് സ്വിച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം സ്വിച്ച് ചെയ്യാൻ വേണ്ടി സ്വിച്ച് ടു എന്നൊരു കമാൻഡ് ഉണ്ട്. driver dot switch to dot alert. ഈ മെത്തേഡ് റിട്ടേൺ ചെയ്യുന്ന ഒരു അലേർട്ടിന്റെ ഇൻസ്റ്റൻസ് ആണ്. അപ്പോൾ നമുക്കൊരു വേരിയബിളിലേക്ക് അത് സ്റ്റോർ ചെയ്യാം. അലേർട്ട് സിമ്പിൾ അലേർട്ട് ടു. ഓക്കെ, നമുക്കിനി ഈ ഒരു ഇമ്പോർട്ട് ചെയ്യാം. അലേർട്ട് എന്നുള്ളത് ഒരു ഇന്റർഫേസ് ആണ്. I എന്ന് സിമ്പിൾ ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. അത് ഇന്റർഫേസ് ആണെന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് വേണ്ടത് ആ ഒബ്ജക്റ്റ് റെഫറൻസ് വേരിയബിൾ യൂസ് ചെയ്ത് getX എന്ന മെത്തേഡ് വിളിച്ചിട്ട് അത് കൺസോളിൽ പ്രിന്റ് ചെയ്യുകയാണ് വേണ്ടത്. അതിനുവേണ്ടി ഞാൻ SYSO എന്നുള്ള ഷോർട്ട് കട്ട് യൂസ് ചെയ്യുന്നു. കൺട്രോൾ സ്പേസ് ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം ഒബ്ജക്റ്റ് റെഫറൻസ് വേരിയബിൾ യൂസ് ചെയ്ത് getX എന്നുള്ള മെത്തേഡ് വിളിക്കുന്നു. സിമ്പിൾ അലേർട്ട് ഡോട്ട് getX. അപ്പോൾ നമുക്ക് ഈ ക്ലാസ് ഫയൽ റൺ ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് ജാവ ആപ്ലിക്കേഷൻ. ബ്രൗസർ ഓപ്പൺ ആയി, വെബ്സൈറ്റ് ലോഞ്ച് ആയി, വിൻഡോ മാക്സിമൈസ് ആയി. ക്ലിക്ക് ഫോർ JS alert എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഈ അലേർട്ട് ബോക്സ് ഓപ്പൺ ആയി. ഇനി നമുക്ക് നോക്കേണ്ടത് ഈ ഒരു കണ്ടന്റ് കൺസോളിൽ പ്രിന്റ് ചെയ്ത് വന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. ആ ഒരു കണ്ടന്റ് കറക്റ്റ് ആയിട്ട് കൺസോൾ പ്രിന്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് അലേർട്ട് മെസ്സേജിലെ ടെക്സ്റ്റ് കണ്ടന്റ് getX എന്ന മെത്തേഡ് യൂസ് ചെയ്ത് ഫെച്ച് ചെയ്തെടുക്കുന്നത്. ആ അലേർട്ടിലേക്ക് സ്വിച്ച് ടു എന്നുള്ള കമാൻഡ് യൂസ് ചെയ്ത് സ്വിച്ച് ചെയ്ത ശേഷമാണ് നമുക്ക് getX എന്ന മെത്തേഡ് യൂസ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കൺഫേം അലേർട്ട് എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്നുള്ളതാണ്. കൺഫേം അലേർട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ആദ്യം ഈ ബട്ടണെ ക്ലിക്ക് ചെയ്യണം. ഈ ബട്ടണെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴാണ് കൺഫേം അലേർട്ട് ഓപ്പൺ ആയി വരുന്നത്. അതിനുശേഷം ഓപ്പൺ ആയി വരുന്ന ആ അലേർട്ടിലേക്ക് സ്വിച്ച് ചെയ്യണം. അതിനുശേഷം ഈ ടെക്സ്റ്റ് കണ്ടന്റ് നമ്മൾ കൺസോളിൽ പ്രിന്റ് ചെയ്യുക. അതുപോലെ ഓക്കെ ബട്ടണിലും ക്യാൻസൽ ബട്ടണിലും ക്ലിക്ക് ചെയ്യാനുള്ള മെത്തേഡ്സും കൂടെ യൂസ് ചെയ്യും. അതിന് നമുക്ക് ഈ ഒരു ബട്ടണെ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി ലൊക്കേറ്റർ ഐഡന്റിഫൈ ചെയ്യാം. ഇൻസ്പെക്ട് ചെയ്യുന്നു, കൺട്രോൾ F /button. ഇതൊരു ബട്ടൺ ആണ്. ബട്ടൺ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, ക്ലോസ് ചെയ്യുന്നതിന് ശേഷം ടെക്സ്റ്റ് എന്ന XPathലെ മെത്തേഡ് യൂസ് ചെയ്യുന്നു. ഈക്വൽ ടു സിംഗിൾ കോട്ട്സിന്റെ അകത്ത് ടെക്സ്റ്റ് കൊടുക്കുന്നു. ക്ലിക്ക് ഫോർ JS കൺഫേം. 1 of 1 ആയിട്ട് യുണീക്ക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ബട്ടണെ ക്ലിക്ക് ചെയ്യാനുള്ള കോഡ് എഴുതാം. driver dot find element by dot xpath
അപ്പോൾ അതിൻ്റെ വാല്യൂ ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്യുവാണ്. ഡോട്ട് ക്ലിക്ക്. അതിനുശേഷം ഓപ്പണായി വരുന്ന ആ അലേർട്ട് ബോക്സിലേക്ക് സ്വിച്ച് ചെയ്യണം. അതിനുവേണ്ടി ഡ്രൈവർ ഡോട്ട് സ്വിച്ച് ടു ഡോട്ട് അലേർട്ട്. അതിനുശേഷം ഒരു വേരിയബിളിലേക്ക് ഞാൻ ഈ മെത്തേഡിൻ്റെ റിട്ടേൺ ടൈപ്പ് സ്റ്റോർ ചെയ്യുന്നു. ഈ മെത്തേഡ് റിട്ടേൺ ചെയ്യുന്ന അലേർട്ട് ഇൻ്റർഫേസിൻ്റെ ഒരു ഇൻസ്റ്റൻസ് ആണ്. അപ്പം ഞാനൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുവാണ്. അലേർട്ട് എന്ന ഇൻസ്റ്റൻസിൻ്റെ വേരിയബിളാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതൊരു കൺഫേം അലേർട്ടാണ്. അപ്പോൾ ഒരു മീനിങ് ഫുൾ ആയിട്ടൊരു വേരിയബിൾ നെയിം ആണ് കൺഫേം അലേർട്ട് ഈക്വൽ ടു. അതിനുശേഷം ഇമ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. Ctrl+Shift+O ക്ലിക്ക് ചെയ്താൽ മതി, ഓട്ടോമാറ്റിക്കലി ഇമ്പോർട്ട് ആയിക്കോളും. ഇനി കൺസോളിൽ ഓപ്പണായി വന്ന ഈ ഒരു അലേർട്ട് ബോക്സിൻ്റെ ഈ ഒരു ടെക്സ്റ്റ് നമുക്ക് പ്രിന്റ് ചെയ്യണം. അതിനുവേണ്ടി SYSO കൺസോളിൽ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയുള്ള system.out.println കോഡ് യൂസ് ചെയ്ത ശേഷം കൺഫേം അലേർട്ട് എന്ന വേരിയബിൾ റെഫറൻസ് യൂസ് ചെയ്ത് getX എന്ന മെത്തേഡ് വിളിക്കുന്നു. ആദ്യമേ നമ്മൾ സ്വിച്ച് ചെയ്തു. അതിനുശേഷം വേരിയബിൾ യൂസ് ചെയ്ത് getX എന്ന മെത്തേഡ് വിളിച്ചു. ഇനി നമുക്ക് ഈ OK ബട്ടനെ ക്ലിക്ക് ചെയ്യണം. അതിനുവേണ്ടി വീണ്ടും ആ സെയിം വേരിയബിൾ യൂസ് ചെയ്യാം. കൺഫേം അലേർട്ട് ഡോട്ട് അക്സെപ്റ്റ് എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്താൽ നമുക്ക് OK ബട്ടനെ ക്ലിക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ OK ബട്ടനെ ക്ലിക്ക് ചെയ്യുന്നത് ആ ചേഞ്ച് കാണാൻ വേണ്ടി ഞാനൊരു വെയിറ്റ് കൊടുക്കുവാണ്. ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ 2 സെക്കൻഡ് സ്റ്റാറ്റിക് വെയിറ്റ് കൊടുക്കുവാണ്. ഓക്കെ, ഇനി നമുക്ക് ക്ലാസ് ഫയൽ റൺ ചെയ്യാം. അപ്പോൾ ഈ ക്ലാസ് ഫയൽ റൺ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു കണ്ടന്റ് കൺസോളിൽ വേണം. അതുപോലെ OK ബട്ടനെ ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയുള്ള കോഡും കൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ OK ബട്ടനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ റിസൾട്ട് സെക്ഷനിൽ യു ക്ലിക്ക്ഡ് OK എന്നുള്ളത് ഡിസ്പ്ലേ ചെയ്ത് തരണം. നമുക്ക് ക്ലാസ് ഫയൽ റൺ ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റൺ ആസ് ജാവ ആപ്ലിക്കേഷൻ. ബ്രൗസർ ലോഞ്ചായി, വെബ്സൈറ്റ് ഓപ്പൺ ആയി, വിൻഡോ മാക്സിമൈസ് ആയി, യു ക്ലിക്ക്ഡ് OK എന്നുള്ളത് റിസൾട്ട് സെക്ഷനിൽ ഡിസ്പ്ലേ ചെയ്ത് തന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് കണ്ടന്റ് അലേർട്ടിൻ്റെ ഈ ഒരു കണ്ടന്റ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ നോക്കാം. IAM.js കൺഫേം എന്നുള്ളത് കൺസോളിൽ വന്നിട്ടുണ്ടോ നോക്കാം. കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അക്സെപ്റ്റ് നോക്കിയതിൻ്റെ കൂടെ നമുക്ക് ക്യാൻസലും കൂടെ നോക്കാം. അപ്പോൾ ഈ ഒരു ലൈൻ ഓഫ് കോഡ് തന്നെ ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം മുകളിലത്തെ ലൈന് കമൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത്തവണ OK ക്ലിക്ക് ചെയ്യുന്നതിന് പകരം ക്യാൻസൽ ബട്ടനെ ക്ലിക്ക് ചെയ്യാനുള്ള കോഡാണ് എഴുതുന്നത്. അപ്പോൾ ക്യാൻസൽ ബട്ടനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ യു ക്ലിക്ക് ക്യാൻസൽ എന്നുള്ള കണ്ടന്റ് വരണം. മുമ്പേ നമ്മൾ OK ബട്ടനെ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി അക്സെപ്റ്റ് എന്ന മെത്തേഡാണ് യൂസ് ചെയ്തത്. ഇത്തവണ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ക്യാൻസൽ ബട്ടനെ ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഡിസ്മിസ് എന്ന മെത്തേഡാണ്. ഡിസ്മിസ് ആക്കി അതിനുശേഷം ക്ലാസ് ഫയൽ റൺ ചെയ്യാൻ പോവാണ്. റൺ ആസ് ജാവ ആപ്ലിക്കേഷൻ. ബ്രൗസർ ലോഞ്ചായി, വെബ്സൈറ്റ് ലോഞ്ചായി, മാക്സിമൈസ് ആയി, ക്ലിക്ക് ഫോർ JS കൺഫേം എന്നുള്ളത് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ആ ഓപ്പണായി വന്ന കൺഫേം അലേർട്ടിൽ ക്യാൻസൽ ബട്ടനെ ക്ലിക്ക് ചെയ്തു. അപ്പോൾ റിസൾട്ടിൽ യു ക്ലിക്ക് ക്യാൻസൽ എന്നുള്ളത് വന്നു. അതുപോലെ നമുക്കിനി ആ അലേർട്ട് ബോക്സിൻ്റെ ഇൻഫോർമേഷൻ കറക്റ്റായിട്ട് കൺസോൾ വന്നിട്ട് നോക്കാം. കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അക്സെപ്റ്റ് എന്ന മെത്തേഡും ഡിസ്മിസ് എന്ന മെത്തേഡും യൂസ് ചെയ്തത് എന്തിനാണെന്നുള്ളത് മനസ്സിലായെന്ന് ഉദ്ദേശിക്കുന്നു. അക്സെപ്റ്റ് എന്ന മെത്തേഡ് യൂസ് ചെയ്യുന്ന OK ബട്ടനെ ക്ലിക്ക് ചെയ്യാനാണ്. ഡിസ്മിസ് എന്ന മെത്തേഡ് യൂസ് ചെയ്യുന്നത് ക്യാൻസൽ ബട്ടനെ ക്ലിക്ക് ചെയ്യാനാണ്. ഇനി നമുക്ക് പ്രോംപ്റ്റ് അലേർട്ട് ഹാൻഡ്ലിംഗ് എന്ന ക്ലാസ്സിലേക്ക് പോയി നമുക്ക് പ്രോംപ്റ്റ് അലേർട്ട് എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്ന് നോക്കാം. അതിനുള്ള കോഡ് ഇവിടെ എഴുതാം. നമുക്ക് മുമ്പത്തെ ക്ലാസ്സിൽ നിന്ന് കോമൺ ആയിട്ടുള്ള കോഡ് കോപ്പി പേസ്റ്റ് ചെയ്യാം. ഇത്രയും സെയിം ആണ്. ജസ്റ്റ് ആ എക്സ്പാത്തിന്റെ വാല്യൂ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇനി
ഇപ്പോൾ നമുക്ക് ക്ലിക്ക് ചെയ്യേണ്ട ഈ പ്രോംപ്റ്റ് അലേർട്ട് എന്നുള്ള ഈ ഒരു ബട്ടണാണ് ക്ലിക്ക് ഫോർ ജെഎസ് പ്രോംപ്റ്റ്. അപ്പോൾ അതിനെ ക്ലിക്ക് ചെയ്യാനുള്ള ലൊക്കേറ്റർ ഐഡൻറ്റിഫൈ ചെയ്യണം. ഫസ്റ്റ് ഇതാണ് ആ ടാഗ്. അപ്പോൾ ബട്ടൺ ടാഗ് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. ബട്ടൺ ടെക്സ്റ്റ് എന്ന മെത്തേഡ് യൂസ് ചെയ്യുന്നു. അതിനകത്ത് ഈക്വൽ ടു ക്ലിക്ക് ഫോർ ജെഎസ് പ്രോംപ്റ്റ് എന്നുള്ള കണ്ടന്റ് സിംഗിൾ കോട്ട്സിൻ്റെ ഇടയ്ക്ക് കൊടുക്കുന്നു. അതിനുശേഷം 1 of 1 ആയിട്ട് അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ലൊക്കേറ്റർ യൂസ് ചെയ്യാം. കോപ്പി ചെയ്യുന്നു, ഇവിടെ കൊണ്ട് റീപ്ലേസ് ചെയ്യുന്നു. അപ്പോൾ ഈ പർട്ടിക്കുലർ ലൈൻ ഓഫ് കോഡ് ഈ ഒരു പർട്ടിക്കുലർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യും. അതിനുശേഷം നമുക്ക് ഈ ഒരു അലേർട്ടിലേക്ക് സ്വിച്ച് ചെയ്യാനുള്ള കോഡ് എഴുതണം. അതിനുവേണ്ടി ഉള്ള കോഡ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ടെക്സ്റ്റ് കൺസോളിൽ പ്രിന്റ് ചെയ്യാനുള്ള കോഡ് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കേണ്ടത് ഈ ഓപ്പൺ ആയി വന്ന ടെക്സ്റ്റ് ബോക്സിനകത്ത്, ഈ അലേർട്ടിനകത്ത് ടെക്സ്റ്റ് ബോക്സിനകത്ത് ടെക്സ്റ്റ് എൻ്റർ ചെയ്യാൻ വേണ്ടിയാണ്. അതിനുവേണ്ടി സെയിം വേരിയബിൾ യൂസ് ചെയ്ത് കൺഫേം അലേർട്ട് ഡോട്ട് സെൻഡ് കീസ് ഉള്ളതിനകത്ത് ടെസ്റ്റിംഗ് എന്നൊരു ടെക്സ്റ്റ് ഞാൻ എൻ്റർ ചെയ്യുവാണ്. സെമിക്കോളൻ കൊടുക്കുന്നു. സ്റ്റാറ്റിക് ഒരു വെയിറ്റും കൂടെ കൊടുക്കാം. ഡോട്ട് ക്ലിക്ക് ഒരു 3 സെക്കൻഡ്സിൻ്റെ സ്റ്റാറ്റിക് വെയിറ്റ് കൊടുത്തു. മുമ്പേ ഓപ്പൺ ആയി വന്ന ഒരു ക്രോമിൻ്റെ വിൻഡോ ഞാൻ ക്ലോസ് ചെയ്യുവാണ്. ടെസ്റ്റിംഗ് എന്ന കണ്ടന്റ് ടെക്സ്റ്റ് ബോക്സ് എൻ്റർ ചെയ്ത ശേഷം ഓക്കെ ബട്ടണെ ക്ലിക്ക് ചെയ്യാൻ കൂടിയുള്ള കോഡ് നമുക്ക് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി കൺഫേം അലേർട്ട് ഡോട്ട് അക്സെപ്റ്റ് എന്ന മെത്തേഡ് വിളിക്കാം. ഇനി നമുക്ക് ഈ ക്ലാസ് ഫയൽ റൺ ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് ജാവ ആപ്ലിക്കേഷൻ. ബ്രൗസർ ലോഞ്ചായി, വെബ്സൈറ്റ് ലോഡായി, പ്രോംപ്റ്റ് ഓപ്പൺ ആയി. ഇവിടെ റിസൾട്ടിൽ യു എൻ്റേർഡ് ടെസ്റ്റിംഗ് എന്നുള്ള കണ്ടന്റ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് സെലീനിയം യൂസ് ചെയ്ത് അലേർട്ട്സ് ഹാൻഡിൽ ചെയ്യുന്നത്. ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നോട്ടിഫിക്കേഷൻ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.